Hello dear students, welcome back to ISKC English. Okay dear students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് അഡ്ജക്റ്റീവ്സ് എന്നുള്ളതാണ്. നോക്കൂ, അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? അഡ്ജക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാമത്തിന്റെ വിശേഷണത്തിനാണ് എന്ത് പറയാ? അഡ്ജക്റ്റീവ് എന്ന് പറയാം. അപ്പൊ ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യത്യസ്ത തരത്തിലുള്ള അഡ്ജക്റ്റീവ്സും അതുപോലെ തന്നെ എക്സാമ്പിൾസും ആണ്. വ്യത്യസ്ത തരം എന്ന് പറയുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങളെ സൂചിപ്പിക്കുന്ന കാണിക്കുന്ന അഡ്ജക്റ്റീവ്സ് കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കുക, പ്രധാനപ്പെട്ട ചോദ്യമാണ്, 5 മാർക്കിനുള്ള ചോദ്യമായിട്ട് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. നോക്കൂ, ആദ്യം അഡ്ജക്റ്റീവ്സ് കേട്ടോ. A word which qualify a noun is called an adjective. അതായത് ഒരു നൗണിനെ ക്വാളിഫൈ ചെയ്യുന്ന വാക്കിനാണ് എന്ത് പറയാ? അഡ്ജക്റ്റീവ് എന്ന് പറയാ കേട്ടോ. അഡ്ജക്റ്റീവ് ഈസ് എ വേർഡ്. അഡ്ജക്റ്റീവ് ഈസ് എ വേർഡ് വിച്ച് ക്വാളിഫൈ എ നൗൺ. അഡ്ജക്റ്റീവ് ഈസ് എ വേർഡ് വിച്ച് ക്വാളിഫൈസ് എ നൗൺ. അതായത് നൗണിനെ ക്വാളിഫൈ ചെയ്യുന്ന വേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നൗണിന്റെ വിശേഷണം, നൗണിനെ കുറിച്ച് പറയുന്ന അല്ലെങ്കിൽ നൗണിനെ കുറിച്ച് ഇൻഫോം ചെയ്യുന്ന ഒരു പദം, ആ പദത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അഡ്ജക്റ്റീവ് എന്ന് വിളിക്കുക. എക്സാമ്പിൾ, ഹി ഈസ് എ സ്മാർട്ട് ബോയ്. ഇവിടെ വന്നിരിക്കുന്ന നൗണാണ് ബോയ് എന്നുള്ളത്. ആ ബോയുടെ വിശേഷണമാണ് സ്മാർട്ട്. ഹി ഈസ് എ ബോയ്, അവനൊരു ബോയ് ആണ്, വിശേഷണം വന്നില്ല. ഹി ഈസ് എ സ്മാർട്ട് ബോയ്, അവനൊരു സ്മാർട്ടായ ബോയ് ആണ്. അപ്പൊ സ്മാർട്ട് എന്നുള്ളത് ഒരു എക്സാമ്പിൾ ആണ്. അടുത്തത്, മൂന്നാർ ഈസ് എ ബ്യൂട്ടിഫുൾ ഹിൽ സ്റ്റേഷൻ. മൂന്നാർ ഈസ് എ ബ്യൂട്ടിഫുൾ ഹിൽ സ്റ്റേഷൻ. അതായത് ഇവിടെ ഹിൽ എന്നുള്ളത്, ഹില്ല് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്നാണ്, ഹില്ല് പറഞ്ഞു കഴിഞ്ഞാൽ കുന്ന്. അതിന്റെ വിശേഷണമാണ് ഇത് ബ്യൂട്ടിഫുൾ എന്നുള്ളത്. ബ്യൂട്ടിഫുൾ ഹിൽ, അതായത് ഹിൽ സ്റ്റേഷൻ, കുന്നിൻ പ്രദേശം അല്ലെ, ഹിൽ സ്റ്റേഷൻ. വേണമെങ്കിൽ ഇങ്ങനെയും പറയാം, അപ്പൊ വിശേഷണം ഉണ്ടാവില്ല. എങ്ങനെ പറയാൻ പറ്റും? മൂന്നാർ ഈസ് എ ഹിൽ സ്റ്റേഷൻ. മൂന്നാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാർ ഒരു ഹിൽ സ്റ്റേഷൻ ആണ്, വിശേഷണം വന്നില്ല. മൂന്നാർ ഈസ് എ ബ്യൂട്ടിഫുൾ ഹിൽ സ്റ്റേഷൻ. ബ്യൂട്ടിഫുൾ ഹിൽ സ്റ്റേഷൻ, മനോഹരമായിട്ടുള്ള ഹിൽ സ്റ്റേഷൻ. അപ്പൊ എന്തായി? ബ്യൂട്ടിഫുൾ എന്നുള്ളത് വിശേഷമാണ്. ഇനി കൈൻഡ്സ് ഓഫ് അഡ്ജക്റ്റീവ്സ്. അഡ്ജക്റ്റീവ്സിന്റെ തരങ്ങൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള അഡ്ജക്റ്റീവ്സ്. ഒന്നാമത്തേത് അഡ്ജക്റ്റീവ് ഓഫ് ക്വാളിറ്റി. ഒന്നെന്താണ്? അഡ്ജക്റ്റീവ് ഓഫ് ക്വാളിറ്റി, അതായത് ക്വാളിറ്റിയെ കാണിക്കുന്നത്. ക്വാളിറ്റി, ഗുണമേന്മ. ആ ക്വാളിറ്റിയെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദങ്ങൾ, വിശേഷണ പദങ്ങൾ. നോക്കൂ, അപ്പൊ എന്താണ് അഡ്ജക്റ്റീവ് ഓഫ് ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഡിസ്ക്രൈബ്സ് ദ ക്വാളിറ്റി ഓഫ് ദ നൗൺസ്. നൗണിന്റെ ക്വാളിറ്റിയെ ഡിസ്ക്രൈബ് ചെയ്യുന്ന പദങ്ങൾ, നൗണിന്റെ ക്വാളിറ്റിയെ ഡിസ്ക്രൈബ് ചെയ്യുന്ന പദങ്ങൾ, ഇവയാണ് നമ്മൾ എന്ത് വിളിക്കുക? അഡ്ജക്റ്റീവ് ഓഫ് ക്വാളിറ്റി എന്ന് വിളിക്കുക. ക്ലവർ ബോയ്, ഇതിലേതാ അഡ്ജക്റ്റീവ് ഓഫ് ക്വാളിറ്റി? ക്ലവർ. ബോയിയുടെ ക്വാളിറ്റിയാണ് ക്ലവർ അല്ലേ, ബുദ്ധി, ക്ലവർ. അപ്പൊ ക്ലവർ ബോയ്, അതിലെ ക്ലവർ എന്നുള്ളത് അഡ്ജക്റ്റീവ് ഓഫ് ക്വാളിറ്റി. ബ്യൂട്ടിഫുൾ വുമൺ, ഭംഗിയുള്ള സ്ത്രീ, അതിലേതാ? ബ്യൂട്ടിഫുൾ. സ്മാൾ ബോക്സ്, അതായത് ബോക്സിന്റെ ഒരു സവിശേഷതയാണെങ്കിൽ അത് ചെറുതാണ്, സ്മാൾ ബോക്സ്. ഇനി അടുത്തതായിട്ട് അഡ്ജക്റ്റീവ് ഓഫ് ക്വാണ്ടിറ്റി ആണ്. ദാറ്റ് മീൻസ് അളവ്, എത്രയുണ്ട്, അളവ്, ക്വാണ്ടിറ്റിയെ കാണിക്കുന്നത് കേട്ടോ. ഷോസ് ദ ക്വാണ്ടിറ്റി ഓർ ദി എമൗണ്ട്. അപ്പൊ അഡ്ജക്റ്റീവ് ഓഫ് ക്വാണ്ടിറ്റി, ക്വാണ്ടിറ്റിയെ അല്ലെങ്കിൽ എമൗണ്ടിനെ, അളവിനെ കാണിക്കുന്നു. ക്വാണ്ടിറ്റി ഓർ എമൗണ്ട്. എക്സാമ്പിൾ, മച്ച്, മെനി, ഫ്യൂ, ഹോൾ, ഓൾ, സം അല്ലേ. മച്ച്, മെനി, രണ്ടിനും അർത്ഥം ധാരാളം. അതുപോലെ തന്നെ ഫ്യൂ, കുറച്ച്. ഫ്യൂ എന്നുള്ളത് നെഗറ്റീവ് ആണ്, നമ്മൾ അർത്ഥം പറയുമ്പോൾ കുറച്ച് എന്ന് പറയും. ഹോൾ, ഓൾ എന്ന് പറഞ്ഞാൽ മൊത്തം. സം, കുറച്ച്. ഇനി ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്.
ഡെമോൺസ്ട്രേറ്റീവ് കേട്ടോ. എന്താണ് ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്? ഇത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ്ഡ് ടു റെഫർ ടു നൗൺസ് ഓർ പോയിന്റ് ഔട്ട് തിങ്സ്. നാമങ്ങളെ അല്ലെങ്കിൽ വസ്തുക്കളെ സൂചിപ്പിക്കാം. നാമങ്ങളെ അല്ലെങ്കിൽ വസ്തുക്കളെ സൂചിപ്പിക്കാം. ഇത് അത് എന്നൊക്കെ പറയാം. അങ്ങനെ വസ്തുക്കളെ സൂചിപ്പിക്കാം. വസ്തു അല്ലെങ്കിൽ നാമം അല്ലെങ്കിൽ വസ്തു. നാമങ്ങളെ അല്ലെങ്കിൽ വസ്തുക്കളെ സൂചിപ്പിക്കാൻ, നാമങ്ങളെ അല്ലെങ്കിൽ വസ്തുക്കളെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു അല്ലെ. എക്സാമ്പിൾ ദിസ്, ഇത്, ദാറ്റ്, ദോസ്, സം, സച്ച്. ഇതൊക്കെ എന്താണ് ഡെമോൺസ്ട്രേറ്റീവ് ആണ്. അപ്പൊ മനസ്സിലാക്കുക, ഡെമോൺസ്ട്രേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വസ്തുക്കളെ അല്ലെങ്കിൽ നാമങ്ങളെ സൂചിപ്പിക്കാം കേട്ടോ. ഇത് അത് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ പൊസസീവ് അഡ്ജക്റ്റീവ്, അടുത്തതാണ് ഇത് പൊസസീവ് അഡ്ജക്റ്റീവ്. അതായത് എൻ്റെ, അവൻ്റെ, നിന്റെ, അവരുടെ, ഇങ്ങനെ ഉടമസ്ഥത കേട്ടോ. നോക്കൂ, പൊസസീവ് യൂസ്ഡ് ടു ഷോ ഓണർഷിപ്പ്, ഉടമസ്ഥത, ഓർ പൊസഷൻ, കൈവശം, ആരുടേത് കേട്ടോ. ഇതിനെ സൂചിപ്പിക്കാൻ നോക്കൂ, മൈ, അവർ, യുവർ, ഹിസ്, ഹെർ, എക്സ് അല്ലെ. ഇതുപോലെ എൻ്റെ, നിന്റെ, അവൻ്റെ, അവളുടെ, അവരുടെ, നമ്മുടെ, ഇതിൻ്റെ അല്ലെ. ഇതുപോലെയുള്ളത് ഉടമസ്ഥത, ആരുടേത്. പിന്നെ അതുപോലെ തന്നെ അടുത്തതാണ് പാർട്ടിസിപ്പൽ അഡ്ജക്റ്റീവ്സ്. അടുത്തതാണ് എന്ത്? പാർട്ടിസിപ്പൽ. പാർട്ടിസിപ്പൽ എന്ന് പറയുമ്പോൾ എന്തൊക്കെയുണ്ട്? ഫോംഡ് ബൈ ദ അഡിഷൻ ഓഫ് ING. ING വെർബിന്റെ കൂടെ, വെർബിന്റെ ഒന്നാമത്തെ രൂപത്തിന്റെ കൂടെ ING ചേർത്തിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു റോളിംഗ് അല്ലേ. അപ്പൊ ഇതാണ് എന്ത്? പാർട്ടിസിപ്പൽ അഡ്ജക്റ്റീവ്സിൽ ഒന്ന് ING ചേർത്തുണ്ടാക്കുന്നത്, മറ്റൊന്ന് ED ചേർത്തുണ്ടാക്കുന്നത്. ED അതായത് വെർബിന്റെ ഒന്നാമത്തെ രൂപത്തിന്റെ കൂടെ ED ചേർത്തുണ്ടാക്കുന്നത്, അതുപോലെ EN ചേർത്തിട്ടുണ്ടാക്കുന്നത്. ഇതിനാണ് പാർട്ടിസിപ്പൽ അഡ്ജക്റ്റീവ്സ് എന്ന് പറയാം കേട്ടോ. പാർട്ടിസിപ്പൽ അതായത് പാർട്ടിസിപ്പിളുകൾ, പ്രസന്റ് പാർട്ടിസിപ്പിളും പാസ്റ്റ് പാർട്ടിസിപ്പിളും. ഇതാണ് രണ്ട് പാർട്ടിസിപ്പിൾ. ING ചേർക്കുന്നത് നമ്മൾ പഠിച്ചതാണ് പ്രസന്റ് പാർട്ടിസിപ്പിൾ. അതുപോലെ തന്നെ DOED അല്ലെങ്കിൽ EN ചേർക്കുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. കാരണം എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പാർട്ടിസിപ്പിളിന്റെ ഉപയോഗം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ത്? അഡ്ജക്റ്റീവ്. അതാണ് പാർട്ടിസിപ്പൽ അഡ്ജക്റ്റീവ് കേട്ടോ. സോ പാർട്ടിസിപ്പിയൽ അഡ്ജക്റ്റീവ് കേട്ടോ. ഇവിടെ ഉപയോഗിക്കുന്ന സാധനമാണ് ഏത്? പാർട്ടിസിപ്പിയൽ അഡ്ജക്റ്റീവ്. പാർട്ടിസിപ്പിയൽ എക്സാമ്പിൾ ഷൈനിങ് ഡയമണ്ട്. ഡയമണ്ടിന്റെ വിശേഷണമാണ് ഏത്? ഷൈനിങ്, ING ചേർത്തുണ്ടാക്കി. ഷൈനിങ് ഡയമണ്ട്. ഡിഫീറ്റഡ് പ്ലേയേഴ്സ്, പരാജയപ്പെട്ട പ്ലേയേഴ്സ്. ഡിഫീറ്റഡ് പ്ലേയേഴ്സ് എന്നുള്ള നാമം, അതിന്റെ വിശേഷണമാണ് ഏത്? ED വരുന്ന ഡിഫീറ്റഡ്. ഫാളൻ ലീവ്സ്, അത് EN രൂപമാണ്. ഫാളൻ, വീണ് കിടക്കുന്ന ഇലകൾ. ഫാളൻ ലീവ്സ് ഇലകളുടെ വിശേഷമാണ്. എങ്ങനെയുള്ള ഇലകള്? ഫാളൻ ലീവ്സ്. നോക്കൂ, അടുത്തത് ഡിസ്ട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ്സ് ആണ്. അടുത്തത് ഏതാണ്? ഡിസ്ട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ്. അതായത് റെഫേഴ്സ് ടു ഈച്ച് പേഴ്സൺ ഓർ തിങ് ഇൻ എ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പ് പറഞ്ഞാൽ എന്താ? ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടായിരിക്കും. ഒരു ഗ്രൂപ്പിലെ ഓരോന്നിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. ഒരു ഗ്രൂപ്പിലെ ഓരോന്നിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഏത്? ഡിസ്ട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ്. ഗ്രൂപ്പിലെ ഓരോന്ന് കേട്ടോ. എക്സാമ്പിൾ ആണ് ഈച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നാ. ഈച്ച്, എവരി, നൈദർ, എയ്തർ. അപ്പൊ ഒരു ഗ്രൂപ്പിലെ, ഒരു കൂട്ടത്തിലെ ഓരോന്നിനെ റെഫർ ചെയ്യാൻ, ഓരോ വസ്തുവിനെ, ഓരോ പേഴ്സണെ refers to each person or thing in a group. Example, each, every, എല്ലാം, every, neither നെഗറ്റീവ് കൺജങ്ഷൻ ആണ് neither. അതുപോലെ തന്നെ neither നെഗറ്റീവ് ആണ്, അതുമില്ല ഇതുമില്ല എന്ന അർത്ഥമാണ് neither nor കേട്ടോ. either ഒന്നുകിൽ അത് അല്ലെങ്കിൽ ഇത്, ആ രീതിയിലാണ് നമ്മൾ either or പറയുന്ന കൺജങ്ഷൻ ഉപയോഗിക്കുക കേട്ടോ. ഇനി കോമ്പൗണ്ട് അഡ്ജക്റ്റീവ്. കോമ്പൗണ്ട് എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും രണ്ട് വാക്കുകൾ ചേർന്ന് വരുന്നത്.
അപ്പൊ അത്തരത്തിൽ വരുന്ന വിശേഷണങ്ങൾക്കാണ് നമ്മൾ എന്ത് പറയാ, കോമ്പൗണ്ട് അഡ്ജക്റ്റീവ്സ്. ഇതെങ്ങനെ ഉണ്ടാക്കുക, ഫോംഡ് ബൈ ജോയിനിങ് 2 or more അഡ്ജക്റ്റീവ്സ്, രണ്ടോ അതിലധികമോ അഡ്ജക്റ്റീവ്സ് ചേർത്തിട്ടാണ് ഉണ്ടാക്കുക. ഫോംഡ് ബൈ ജോയിനിങ് 2 or more അഡ്ജക്റ്റീവ്സ്. എക്സാമ്പിൾ, ഷോർട്ട് ടെമ്പേർഡ് പേഴ്സൺ, എ പാർട്ട് ടൈം ജോബ്, ലോങ് ലാസ്റ്റിംഗ് ഫ്രണ്ട്ഷിപ്പ്. നമുക്ക് ഒന്നാമത്തേത് ഷോർട്ട് ടെമ്പേർഡ് പേഴ്സൺ. പേഴ്സന്റെ വിശേഷണം, വ്യക്തിയുടെ വിശേഷണം. അയാൾ എങ്ങനത്തെ വ്യക്തിയാ, അയാൾ ഷോർട്ട് ടെമ്പേർഡ് ആണ് അല്ലെ, പെട്ടെന്ന് ദേഷ്യവും ഇതൊക്കെ ഉണ്ടാവുന്ന ആള്. ഷോർട്ട് ടെമ്പേർഡ്, പെട്ടെന്ന് എന്ത് ചെയ്യും, സ്വഭാവം മാറുന്ന ആള് കേട്ടോ, ഷോർട്ട് ടെമ്പേർഡ്. ഇവിടെ പേഴ്സൺ എന്ന് പറയുന്ന നൗണ്, ആ നൗണിന്റെ വിശേഷണമാണ് ഇത്, ഷോർട്ട് ടെമ്പേർഡ്. ഷോർട്ട് ടെമ്പേർഡ് ഒറ്റ വാക്കല്ല, ഷോർട്ടും ടെമ്പേർഡും പാടെ ചേർത്താണ് ഷോർട്ട് ടെമ്പേർഡ്. അതുകൊണ്ട് കോമ്പൗണ്ട് അഡ്ജക്റ്റീവ് ആണ്. അതുപോലെ തന്നെ പാർട്ട് ടൈം ജോബ്, ജോബിന്റെ വിശേഷണം. എങ്ങനത്തെ ജോബ്, പാർട്ട് ടൈം ജോബ്. ഇവിടെ രണ്ട് സംഭവം വന്നു അഡ്ജക്റ്റീവ്, ഏതൊക്കെ, പാർട്ട് ടൈം അല്ലെ, പാർട്ടും ടൈമും, എ പാർട്ട് ടൈം ജോബ്. അതുപോലെ തന്നെ ലോങ് ലാസ്റ്റിംഗ് ഫ്രണ്ട്ഷിപ്പ്, ലോങ് ലാസ്റ്റിംഗ് ഫ്രണ്ട്ഷിപ്പ്, ഒരുപാട് നീണ്ടു നിൽക്കുന്ന ഫ്രണ്ട്ഷിപ്പ്, ലോങ് ലാസ്റ്റിംഗ് ഫ്രണ്ട്ഷിപ്പ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു ഷോർട്ട് വീഡിയോ ആണ്, വെറും അഡ്ജക്റ്റീവ് മാത്രമേ പറഞ്ഞുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. എല്ലാവരും എന്ത് ചെയ്യണം, വീഡിയോ അവസാനം വരെ കണ്ടൊന്ന് എല്ലാവരും ലൈക്ക് ചെയ്യണം, അഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.